again Savage Vlog in the next video. Hello guys, again Savage Vlog വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വന്നേക്കാണ്. കുറേ നാൾക്ക് ശേഷം നിങ്ങൾ പിന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കും. ജസ്റ്റ് അബുദാബി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിക്കുന്നു. അപ്പം മാക്സിമം ഞങ്ങൾ കാണുന്ന നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങിയാണ്. മുസഫയിലെ ഷാബിയ 10ലാണ് ഞങ്ങൾ താമസിക്കുന്നത്. റോഡിന് നടുക്കായിട്ടായിരുന്നു ഞാൻ പാർക്ക് ചെയ്തിരുന്നത്. പാർക്കിംഗ് ഇവിടെ കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വഴിയോരം റെസ്റ്റോറൻറ്റ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആകർഷണമാണ്. നല്ല ഫുഡ് അവിടെ കിട്ടാറുണ്ട്. ഞങ്ങൾ അവിടെ നിന്നൊരു ചായ വാങ്ങിയിട്ടാണ് യാത്ര തുടങ്ങിയത്. ഷാബിയ 10ൻ്റെ പ്രധാനപ്പെട്ട അൽമദീന സൂപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലൂടെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല തിരക്കുള്ള സമയം. റോഡ് മുറിച്ച് കടക്കാൻ ആളുകൾ വരുന്ന സമയത്ത് വണ്ടി നിർത്തി കൊടുക്കണമെന്നുള്ളത് ഇവിടുത്തെ പ്രധാന രീതിയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഫൈൻ പുറകെ വരുന്നതായിരിക്കും. റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു പാർക്കാണ്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ റോഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് മെയിൻ്റനൻസിന് ഇനിയും ചെയ്യേണ്ടിയിരിക്കുന്നു. റോഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് പ്രത്യേകം ബസ് പാർക്കിംഗ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഇവിടുത്തെ 4 വരി 5 വരി പാതകൾ വൺ സൈഡിലായത് കാരണം എല്ലാ ഇപ്പം സ്പീഡ് കൂടുതൽ ഉള്ളവർക്ക് അതിനനുസരിച്ച് ഫസ്റ്റ് ട്രാക്കിലും അതിന് കുറവനുസരിച്ച് ഓരോ ട്രാക്കുകളുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അവരവരുടെ ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ല. ആക്സിഡൻറ്റുകളൊക്കെ കുറവാണ്. എന്നാൽ ആക്സിഡൻറ്റ് ഉണ്ടായാൽ അത് വലിയതായിരിക്കും. ഇപ്പോൾ ഒരു സൺസെറ്റിൻ്റെ സമയമാണ്. മനോഹരമായിട്ടുള്ള സൺസെറ്റും കണ്ടാണ് പോകുന്നത്. ഇവിടുത്തെ അബുദാബിയിലെ പ്രധാനമായിട്ട് ഒരു മോസ്കാണ് ഇപ്പോൾ കണ്ടത്. അവിടെ ഫുഡും ഫ്രീ ആയിട്ട് ഈ സമയത്ത് കിട്ടാറുണ്ട്. കാരണം ഇപ്പോൾ നോയമ്പിൻ്റെ സമയമാണ്. അബുദാബിയുടെ മറ്റൊരു പ്രത്യേകത ഇവിടുത്തെ റോഡുകൾ തന്നെയാണ്. അണ്ടർഗ്രൗണ്ടിലൂടെയൊക്കെയാണ് പ്രത്യേക രീതിയിൽ ട്രാഫിക്കുകൾ മെയിൻറ്റെയിൻ ചെയ്ത് അവർ റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. സൺസെറ്റുകളൊക്കെ കണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുന്നോട്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ബിൽഡിങ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആകർഷണമാണ്. പല വീഡിയോകളിൽ നിങ്ങൾ ഒരുപക്ഷെ അബുദാബി അല്ലെങ്കിൽ ദുബായൊക്കെ കാണുന്ന സമയത്ത് ഈ ബിൽഡിംഗ് ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവാം. രാത്രിയിൽ വളരെ മനോഹരമായിട്ടാണ് ഇവിടുത്തെ ഈ നോമ്പ് സമയത്ത് ഇവിടെ അബുദാബിയൊക്കെ അലങ്കരിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടൊക്കെ കുറേ ഫണ്ട് ചിലവാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അബുദാബിയിലെ കോർണിഷ് ബീച്ചിൻ്റെ അടുത്താണ്. ബീച്ചിൽ വരുന്ന ആളുകൾക്ക് ഇരിക്കാനായിട്ട് പ്രത്യേകം ഇരിപ്പിടങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ജിനി അവിടെ ഒന്ന് ഇരുന്ന് റിലാക്സ് ആകുകയാണ്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് അബുദാബി കോർണിഷ് ബീച്ചിലാണ്. ഇപ്പോൾ ഇവിടെ സമയം ഏകദേശം രാത്രി 7:15. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചു, പക്ഷേ കഴിഞ്ഞില്ല. ഞങ്ങൾ ഇവിടെ അബുദാബി കോർണിഷ് ബീച്ചിലെത്തി. പക്ഷേ ഇപ്പോൾ വന്ന സമയത്ത് ഇവിടെ ആളുകളൊക്കെ വളരെ കുറവാണ്. ഈ സമയം എന്ന് പറയുന്നത് നോയമ്പ് തുറന്നിട്ട് 6:32 ഇത് അബുദാബി തുടങ്ങുന്ന ദുബായിലുള്ള നോമ്പ് തുറക്കുന്ന സമയം. അപ്പോൾ അബുദാബി ബീച്ചിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഒരു ശാന്തമായിട്ടുള്ളൊരു ബീച്ചാണ്. ജസ്റ്റ് ഒരു ക്ലൈമറ്റ് എൻജോയ് ചെയ്യാനും ഫാമിലിയായിട്ട് ജസ്റ്റ് ഒന്ന് വന്നിരിക്കാനും വേണ്ടിയിട്ടാണ് വന്നത്. ഇവിടെ എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസ് ഈ ഒരു ബീച്ചിനുണ്ട്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇവിടെ ഗെയിംസൊക്കെ കളിക്കാനായിട്ട് പിള്ളേർ ഇവിടെ വരുന്നതാണ്. അപ്പുറത്തേക്ക് ഗെയിംസ് പലതും കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് കാണിക്കാം. ബോർഡിൽ നോക്കിയാൽ ബീച്ച് ഫുട്ബോളും അതുപോലെ ബീച്ച് വോളിബോൾ അങ്ങനെ പല ഗെയിംസുകൾ കളിക്കാനായിട്ട് പ്രത്യേകം ഇവിടെ സ്ഥലങ്ങൾ തന്നിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഓൾറെഡി ഗെയിംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ കണ്ട മറ്റൊരു പ്രത്യേകത വെൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വാഷ്റൂംസ് ആണ്. ഷവർ ചെയ്യാനായിട്ട് പ്രത്യേകം സ്ഥലം പുറത്ത് തന്നെയുണ്ട്. അതുപോലെ തന്നെ വാഷ്റൂംസുകളൊക്കെ വളരെ ക്ലീൻ ആൻഡ് നീറ്റാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു സ്റ്റാഫിനെ തന്നെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഒരു ടെലിഫോൺ ബൂത്ത് അവിടെയുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ ചാർജ് ചെയ്യാനായിട്ട് ഒരു പ്രത്യേകം സ്ഥലം തന്നെ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്കായിട്ട് പ്ലേ ഗ്രൗണ്ട്, പാർക്ക്, എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയായിട്ട് തോന്നിയത് വേസ്റ്റ് നിക്ഷേപിക്കാൻ വേണ്ടി പ്രത്യേകം നല്ല രീതിയിൽ സ്ഥലം അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അണ്ടർഗ്രൗണ്ടിലൂടെയുള്ള പാത്താണ് ആ കാണുന്നത്. കാൽനട യാത്രക്കാർക്ക് അണ്ടർഗ്രൗണ്ടിലൂടെ നടന്ന് അപ്പുറത്തേക്ക് പോകാം. റോഡ് മുറിച്ച് കിടക്കാൻ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല.
അപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വണ്ടി, അവിടുത്തെ ആളുകൾ മിക്കവാറും ഈസിയായിട്ട് ഓടിക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക് ചാർജ് ചെയ്ത് ഓടിക്കുന്നൊരു വണ്ടിയാണ്. ജിനി അതൊന്ന് കയറി ഓടിക്കാനായിട്ട് നോക്കി. അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, 100 മിനിറ്റ്സ് അവിടെ ഫ്രീ ആയിട്ടാണ് ഇത് റംദാൻ്റെ ഓഫറിൽ അവിടെ കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അത് ഓടിക്കുന്നത്. അപ്പോൾ ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്കറിയത്തില്ല എങ്ങനെയാണ് ഓടിക്കേണ്ടതെന്ന്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഞാനത് ഓടിച്ചു. അത് ഓടിച്ചതിൻ്റെ സന്തോഷമാണ് ആ മുഖത്ത് കാണുന്നത്. അങ്ങനെ അത് വെച്ച് 2 റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കറങ്ങി വന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? സൂപ്പറായിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഇത് ഓടിക്കുന്നത്. സത്യം പറയുന്നത് ഇത് എങ്ങനെ ഓടിക്കുന്നത് പോലും ഒരു എത്തുപിടിയില്ലാതാണ് ചെയ്യുന്നത്. നല്ല രസമുണ്ട്. സൂപ്പറായിട്ടുണ്ട്. റംദാൻ്റെ ഭാഗമായിട്ട് അബുദാബി വളരെ മനോഹരമായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. റോഡുകളിലൂടെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോഴാണ് ഇവിടുത്തെ 3 ബോഗിയിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് ബസ് കണ്ടത്. നമ്മളിനി കടന്നു പോകുന്നത് ആ ദൂരെ കാണുന്ന ആ ഒരു കവാടം പോലെയുള്ള മോളിലേക്കാണ്. മറീന മോൾ എന്നാണ് ഈ മോളിൻ്റെ പേര്. വളരെ മനോഹരമായിട്ടാണ് മോളിൻ്റെ ഔട്ട് സൈഡ് തന്നെ അലങ്കരിച്ചിരിക്കുന്നത്. വളരെ വിശാലമായിട്ടുള്ളൊരു പാർക്കിംഗ് സൗകര്യം അവിടെയുണ്ട്. മോളിനകത്തേക്ക് കയറിയ സമയത്ത് ലോക്കൽ അറബികളൊക്കെയാണ് കൂടുതൽ അവിടെ ഉള്ളത്. വലിയൊരു മോളാണ്. അവിടെ ഒരുപാട് എസ്കലേറ്ററുകളും ഒക്കെയാണ് കാണുന്നത്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ മോളിലേക്ക് വരുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ വന്നിരിക്കുന്നത് മറീന മോളിലാണ്. മറീന മോൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്നത്. ഇവിടെ അബുദാബിയിൽ ഉണ്ടായിരുന്നിട്ടും ഇവിടെ കാണാൻ പറ്റിയിട്ടില്ല. കാരണം ഞങ്ങൾ ബിസിയാണ്. ഇന്ന് ഞങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടും ജസ്റ്റ് ഇവിടെ ഒന്ന് കാണാമെന്ന് കരുതി. വളരെ അടിപൊളി ഒരു മോളാണ്. ഒരുപാട് ഫോറിനേഴ്സാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ലോക്കൽ അറബികളൊക്കെ ഇവിടെ ഉണ്ട്. നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന മറീന മോളിൻ്റെ ഒരു മോഡലാണ് ഈ കാണുന്നത്. അബുദാബിയുടെ ഒരു ലാൻഡ്മാർക്ക് ഐഡൻറ്റിറ്റി എന്ന് തന്നെ പറയാം. നമ്മൾ കോർണിഷിൽ നിന്ന് കണ്ട ഒരു കവാടം പോലെ ഒരു ബിൽഡിങ് അത് ഇതായിരുന്നു. നമ്മൾ ഇവിടേക്കാണ് വന്നത്. ഇപ്പോൾ ആക്ച്വലി നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് തന്നെ ഒരു എത്തുംപിടിയില്ല. എവിടെയോ ആണ്, ഏതുവഴിയോ എൻട്രൻസിൽ കൂടെയാണ് നമ്മൾ അകത്തേക്ക് കയറിയത്. അതിവിശാലമായ പാർക്കിങ്ങും എല്ലാ കാര്യങ്ങളും ഈ ഒരു മോളിനോട് ചേർന്ന് തന്നെയുണ്ട്. ജിനിയുടേതായ ഷോപ്പിംഗ് തുടങ്ങി. അപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽ മനുഷ്യനല്ലാതെ ഒരു റോബോട്ട് അവിടെ ഐസ്ക്രീം കൊടുക്കാനായിട്ട് നിൽക്കുന്നത് കണ്ടത്. ചോക്ലേറ്റിൻ്റെ ഫ്ലേവേഴ്സിനെ പറ്റിയിട്ടൊക്കെ വാചാലനാകുന്ന റോബോട്ടിനെയാണ് കണ്ടത്. ജിനി അപ്പോൾ തന്നെ ഓടി വന്നു. ഏതെങ്കിലും ഒരു ഐസ്ക്രീം ചൂസ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. നെക്സ്റ്റ് കൊടുക്ക്. അങ്ങനെ ബിൽഡിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് റോബോട്ടിൻ്റെ പരിപാടി തുടങ്ങി. അവിടെ നിന്നൊക്കെ ഇറങ്ങി തിരിഞ്ഞു വന്നിട്ട് മാംഗോയുടെ ഫ്ലേവറാണ് നമ്മൾ ചൂസ് ചെയ്തത്. ഓക്കെ, നേരെ പൊക്കിയെടുത്ത് ഒരു കപ്പിനകത്തോട്ട് ഇടുന്നുണ്ട്. ഇതുവഴി കിട്ടും, എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അപ്പുറത്തിരുന്നൊരു റോബോട്ട് ഓടി വന്ന് നമുക്കെടുത്ത് വെച്ച
മാംഗോ ഐസ്ക്രീം ഇപ്പുറത്തെ കൗണ്ടറിലൂടെ നമുക്ക് തരാനായിട്ട് കൊണ്ടുവന്നത്. ഓക്കെ, അങ്ങനെ നമുക്കുള്ള ഐസ്ക്രീം റെഡിയായെന്ന് പറഞ്ഞുകൊണ്ട് ഗ്രീൻ സിഗ്നലൊക്കെ കാണിച്ചു. ഐസ്ക്രീം കിട്ടിയതിൻ്റെ സന്തോഷം ജിനിയുടെ മുഖത്ത്. എങ്ങനെയാണ്, എന്താണ് അഭിപ്രായം? അടിപൊളി, ഫസ്റ്റ് എക്സ്പീരിയൻസ്. റോബോട്ട് തന്ന മാംഗോ. അതെ, അങ്ങനെ ഞങ്ങള് ജീവിതത്തിൽ ആദ്യമായിട്ട് റോബോട്ട് തന്ന മാംഗോ ഐസ്ക്രീം അതാണ് കഴിക്കുന്നത്. 20 dirhams. പ്യൂറായിട്ടുള്ള മാംഗോ, നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? അപ്പം നിങ്ങൾ ഇതുകൊണ്ടൊക്കെ ഇവിടെ നിന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്ക്. അങ്ങനെ ഞങ്ങൾ മറീന മോളിലെ കാഴ്ചകൾ കണ്ടിട്ട് നേരെ ഷാബിയപ്പത്തിലോട്ട് പോവാണ്. ഇനി ഫുഡ് കഴിക്കണം. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുതുതായിട്ട് വന്നൊരു കിസ്മത്ത് എന്ന് പറഞ്ഞ സ്റ്റാർ റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അവിടുത്തെ ഫുഡ് എങ്ങനെയാണെന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. ജിനി മെനുവെല്ലാം തപ്പിപ്പിറക്കി ഏറ്റവും ലാസ്റ്റ് പാൽ പൊറോട്ട ഓർഡർ ചെയ്തു. നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അബുദാബിയിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവെച്ചത്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ വീഡിയോയിലൂടെ അബുദാബിയിലെ റോഡുകളാണെങ്കിലും അതുകൊണ്ട് തന്നെ കോർണിഷിൽ പോയി, മോളിൽ പോയി, പല സ്ഥലങ്ങൾ ഈ വീഡിയോയിലൂടെ വരുന്നുണ്ട്. പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് നല്ല കണ്ടന്റുകൾ ഞാൻ ഇനിയും തരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ വീഡിയോ ഇനി മുന്നോട്ട് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നല്ല കമൻസുകൾ അറിയിക്കുക. അപ്പം തീർച്ചയായിട്ടും പുതിയ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. ഞാനും ജിനിയും ഇവിടെ സൈൻ ഔട്ട് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.